ഭോപ്പാലിൽ സർക്കാർ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ജൻ ആൽഫ പ്രതിഷേധം. ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിച്ചത്. മധ്യപ്രദേശിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയില്ലാതെ ഒരാഴ്ചക്കിടെ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന മൂന്നാമത്തെ സമരമാണിത്. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഈ വിദ്യാർത്ഥികളുടെ ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ശ്യാമിലി, രാജ്യത്ത് ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂളുകൾ 4 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഭോപ്പാലിലാണ്, മറ്റൊന്ന് മൈസൂരിൽ, അജ്മേറിൽ, ഒപ്പം തന്നെ ഭുവനേശ്വറിൽ. ഇതിൽ ഭോപ്പാലിലെ സ്കൂൾ ഉൾപ്പെടെ ഈ 4 സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയത്തിൽ ലയിപ്പിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഭോപ്പാലിൽ നടക്കുന്നത്. ഇങ്ങനെ സ്കൂളിന് പുറത്താണ് വിദ്യാർത്ഥികൾ സംഘടിക്കുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. കാരണം ഇങ്ങനെ ലയനം, ഈ സ്കൂളുകളുടെ ലക്ഷ്യം എന്താണോ അതിൽ നിന്ന് വ്യതിചലിക്കും എന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ദൃശ്യങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ഒന്നും തന്നെ പിന്തുണയില്ലാതെ തെരുവിലിറങ്ങുന്നത് 3-ാം തവണയാണ്. വിദിഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ സംഭവം ഉണ്ടായി. അന്ന് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ നിരക്ക് 10 രൂപയിൽ നിന്ന് 25 രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമൊക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയും പിന്നീട് അത് പഴയ നിരക്കിലേക്ക് തന്നെ മാറ്റേണ്ടി വരികയും ചെയ്തു. മറ്റൊന്ന് ഉജ്ജയിനിലാണ് സമാനമായ രീതിയിൽ സമരമുണ്ടായത്. അതും നഗരത്തിലുള്ള സ്കൂൾ ഏതാണ്ട് 10-20 കിലോമീറ്റർ ിലേക്ക് മാറ്റാനുള്ള തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തിറങ്ങിയത്. കളക്ടറുടെ ഓഫീസിന് മുന്നിലായിരുന്നു അന്ന് വലിയ പ്രതിഷേധമൊക്കെ തന്നെ അരങ്ങേറിയത്. ഏതായാലും CJP നടത്തിയ സമരം രാജ്യത്ത് പലയിടത്തും വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ ഉണർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ചോദ്യം ചെയ്യാൻ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ രംഗങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. മധ്യപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ 3 സമരങ്ങൾക്കാണ് അടുത്തിടെയായി വേദിയാവുകയും ചെയ്തത്. ശ്യാമിലി. Yeah.